ഹലോ, അപ്പം നമ്മൾ വീണ്ടും പോവുകയാണ്. നമ്മളെവിടെ പോവാ? ഇപ്പം നമ്മുടെ ബോബുക്കുട്ടൻ അവിടെ കിടക്കുവാണ്. കിഴമോനെടുത്തിട്ട് ബോബുക്കുട്ടൻ്റെ അച്ഛൻ അതിനകത്തിരിപ്പുണ്ട്. ഹലോ, വലൈക്കും അസ്സലാം. നമ്മൾ പോയിട്ട് വരാം. എന്താ മേടിച്ചേ? ഡ്രസ് മേടിച്ചു പുതിയത്? ചോറുണ്ടോ? നമ്മൾ എങ്ങോട്ടാ അയച്ചാ പോണേ? നമ്മളിപ്പം ഓക്കെ, അവിടെ പോയി LNECയിൽ എൻ്റെ മൊബൈലിൽ ഒന്ന് കൊടുക്കണം. ഓക്കെ, എൻ്റെ ഐഫോണിന് ചെറിയ ഉവാവാണ്. ഓക്കെ. அந்த உவாவு எவ்வளோ காலமா இருந்துருச்சு? കുറച്ച് നാളായി. അപ്പം ഞാൻ വേറെ ഫോൺ ഉള്ളതുകൊണ്ട് അതിങ്ങനെ എടുക്കാതെ വെച്ചേക്കുമായിരുന്നു. அப்ப அந்த உவாவு மாறுமா? தெரியாது. மாறலைன்னா எனக்கு தருவையா? வீடியோவாவது எடுக்கலாம் அந்த ஐஃபோன்ல. நீங்க எடுத்துக்கோ. அதுக்கப்புறம் நீங்க புதிய 17 Pro Max நீங்க வாங்கி கொடுங்க. என்ன தம்பி இது? என்னாச்சு? அந்த ஓட்ட மொபைல் நான் எடுத்துட்டு உங்களுக்கு நியூ மொபைல். ഓട്ടോമൊബൈൽ അതെങ്ങനെ ഓട്ടോമൊബൈൽ? ഇതാണ് ഓട്ടോമൊബൈൽ. ഇത് വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ മാത്രം ഓഫ് ആയി പോകും. ഓക്കെ ഗായ്സ്, ബാറ്ററിയുടെ ഇഷ്യൂ ആണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് എവിടെയാണ് പോണത്? ഏഷ്യൻ ടൗൺ എത്തിയിട്ട് കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഏഷ്യൻ ടൗൺ എത്തിയിട്ടുണ്ട്. ഇതാണ് ഏഷ്യൻ ടൗൺ കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ കടകൾ നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ മേടിക്കാം അല്ലേ ചേച്ചാ? നമ്മുടെ നാട്ടിലോട്ട് പൈസ അയക്കാനും എല്ലാം ഉള്ള ഏഷ്യൻ ടൗൺ. അൽ ജസീറ ഇതൊന്നല്ലേ? ഇത് പണ്ടേ ഉള്ളതല്ലേ? ഇത് വർഷങ്ങളായിട്ടുള്ളതല്ല. ഞാൻ ആദ്യം ഇവിടെ താമസിച്ചിരുന്നു, ഇവിടെ ലേബർ സിറ്റിയിൽ. ഞാൻ പോയിട്ട് വരട്ടെ. ഞങ്ങൾ വരണ്ടല്ലോ. കിരൺ പോവാണ്. അവൻ്റെ മൊബൈൽ കേടായി, അപ്പം അത് കൊടുക്കണം. പിന്നെ ക്യൂവിന് കുറച്ച് ഡ്രസ്സ് എടുക്കണം. അപ്പം അങ്ങനെയൊക്കെ. പിന്നെ എന്നാ, ഇപ്പം വീക്കെൻഡ് അല്ലേ? ഇന്ന് സാറ്റർഡേ ആണ്. നാളെ ഡ്യൂട്ടിയൊക്കെ തുടങ്ങും. അതേ ഉള്ളൊരു സങ്കടം. പക്ഷേ അപ്പം ഞങ്ങള് കിയുവിന് ഫുഡ് കൊടുക്കുവാണ് കൊണ്ടുവന്നു. ഗൈസ്, ഒന്നും കഴിച്ചിട്ടില്ലേ കൊച്ച്? കിരൺ മോൻ വരികയാണ്. നമ്മള് ഒരു ക്യാമറ നോക്കാൻ പോവുകയാണ്. പോയി നോക്ക. ചുമ്മല്ലേ, ചുമ്മാ ഒന്ന് നോക്കിക്കളയാന്നായിരുന്നു. കുഞ്ഞു പിള്ളേർ കളിക്കുന്ന ഒരു പ്ലേ ഏരിയ ആണ് ചെറുതായിട്ട് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഹലോ, ചമോൻ്റെ അടുത്ത് വെക്കോ. അപ്പം ഞങ്ങൾ കയറി ഫോണൊക്കെ കൊടുത്തിട്ട് വന്നു. നമ്മുടെ ബോബു, അവർ ബോബു സിയ, ഞങ്ങളെ എല്ലായിടത്തും കൊണ്ടുപോകുന്നതും ഞങ്ങളെ വായിക്കുന്നതും ആയ ഞങ്ങളുടെ ബോബു സിയ. എന്നാ കണ്ണാ? എന്ത് മേളിൽ കയറ്റുന്നോ? ഈ റൗണ്ട് ഓഫ് വുഡിൽ അരയന്നങ്ങൾ വെച്ചേക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? ഞാൻ പറയട്ടെ, ഇവിടെ മൊത്തത്തില് അതാണ് ഏഷ്യൻ ടൗണിന്റെ. ഇതൊക്കെ ഉണ്ടാക്കുന്ന ബിൽഡിംഗ് എല്ലാം ലേബർ സിറ്റിയാണ്. അതായത് മെയിൽസ് മാത്രമേ അതിനകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ അരയന്നത്തിന് വെച്ചേക്കുന്നേ. എങ്ങനെയുണ്ട് ഐഡിയ? അത് ഗ്രാൻഡ് മാള്. അതാണ് ഗ്രാൻഡ് മാൾ. ഇവിടത്തെ ലേബർ സിറ്റിയിൽ എല്ലാവരും, അതായത് ഇവിടെ കൂടുതൽ ഇതിനകത്ത് ഫീമെയിൽസ് ആരും ഇല്ല കേട്ടോ. ഈ ലേബർ ഇതിനകത്ത് മെയിൽസ് മാത്രമേ ഉള്ളൂ. അപ്പം അവർക്ക് ഇത് ഒരുപാട് ദോഹയിൽ നിന്ന് ഒരുപാട് ദൂരമല്ലേ ചെയ്ത്?
ദോഹ എന്നാണോ ഇത്? ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയൽ ഏരിയ എന്നാണ് ഇതിനെ പറയുന്നത്. വർക്കേഴ്സ് ഒക്കെ ഇവിടെയാണ് താമസിക്കുന്നത്, ഇവിടെയാണ് അവരുടെ അക്കോമഡേഷൻ ഒക്കെ. അപ്പോൾ അവർക്ക് എളുപ്പമാണ് ഗ്രാൻഡ് മാൾ ഇങ്ങനെയുള്ള. ഭയങ്കര റേറ്റ് കുറവൊക്കെയാണ്. ചില സാധനങ്ങൾക്ക് റേറ്റ് ഉണ്ട്, പക്ഷെ മോസ്റ്റ്ലി ഇവിടെ റേറ്റ് ഒക്കെ കുറവാണ്. അപ്പം ആ റൗണ്ടപ്പോട്ടിൽ അരയന്നങ്ങൾ എന്താണ് വെച്ചേക്കുന്നത് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇവിടെ മെയിൽസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് അവിടെ അരയന്നം. അതെന്നാന്ന് വെച്ചാ പിന്നെ ആണുങ്ങൾക്ക് അരയന്നം എന്ന് പറയുമ്പോ എന്തുവാ? അരയന്നം എന്താണ് എനിക്കറിയത്തില്ല. എന്നാ നമുക്ക് കിരൺ ബയ്യയ്ക്ക് ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇതാണ് ഏഷ്യൻ സിറ്റി. ഇതിനകത്ത് മെയിൻ ഗേറ്റ് ആണ്. ഇത് ഗേറ്റ് നമ്പർ 9. മെയിൻ ഗേറ്റ് അവിടെ, ഗേറ്റ് നമ്പർ 1. ഇവിടെ ആയിരുന്നു ഇൻഡസ്ട്രിയിൽ 38ആയിരുന്നു. അവിടുന്ന് ഞാൻ ജോയിൻ ചെയ്ത് 1 വർഷം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വാങ്ങി. നല്ല ഇതൊരു റൂമിൽ 4 പേര്, പിന്നെ ടോയ്ലറ്റ് ഒക്കെ കോമണാണ്, പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കമ്പനിയാണ്, മെസ്സ്. ഇതാണ് കർവയുടെ ഹെഡ് ഓഫീസാണ്. ഇതാണ് കർവയുടെ ഹെഡ് ഓഫീസ്. ഡ്രൈവിങ് അല്ല, ഗവൺമെന്റ് വെഹിക്കിൾസ്. അതാട്ടോ ഇതാണ് വന്നേക്കുന്നത്. ഇതാണ് ദോഹ മാള്. നല്ല വലിയൊരു മാളാണ്. വർഷങ്ങളായിട്ട് അങ്ങ് ദൂരെ കാണുന്നുണ്ടോ, അവിടെ വരെ ഈ മാള. 2017 അവസാന സമയം വന്നതാ. ആ സമയം തൊട്ട് ഇത് അടഞ്ഞു കിടക്കുമായിരുന്നു. ഇപ്പൊ 2020 കിച്ചൺ ഈസ്റ്റ് ഇറാനിയൻ ഗൾഫ്. എനിക്കൊന്നും ഇതിപ്പോ ഓപ്പൺ ആയിട്ട് എത്ര ആയി കാണും? ഒരു 3-4 വർഷമായി കാണോ? ഇല്ല, ലാസ്റ്റ് ഇയർ മേ ബി. മോൺസൂൺ വരുന്നതിനൊക്കെ മുമ്പ്. ഇതാണ് ആ മാളുണ്ട്. ഇത്രയും ആയിട്ടും തീർന്നിട്ടില്ല, അങ്ങ് അറ്റം കിടക്കുന്നുണ്ടോ അവിടെ മുതൽ. ഇതെന്തോ ഇതായിട്ട് ഓപ്പൺ ആവാതെ കിടക്കുമായിരുന്നു. ഇതൊരു ആ MES ഇതാണോ? MES ഇന്ത്യൻ സ്കൂള്. ഞാൻ ഇപ്പോഴാട്ടോ കാണുന്നേ. ഞങ്ങൾക്ക് കീവിനെ ചേർക്കണമെന്നുണ്ട്, പക്ഷേ ഇവിടെ അഡ്മിഷൻ കിട്ടാൻ പാടാണെന്ന് അറിഞ്ഞായിരുന്നു. ഈ വ്ളോഗ് കാണുന്ന ആരെയും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്ലീസ് കം ഫോർവേഡ്. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ വളഞ്ഞു വരണം. ഓക്കെ, ഇനി നമുക്ക് മാളിൽ കയറിയിട്ട് കാണാം. ആ ദൂരെ കാണുന്നത് വക്കൂദ് പെട്രോളിയം എന്തോ ആണ്. അവിടുത്തെ എന്തോ ഒരു വലിയ ഇതാ. സെൻട്രൽ പോയിന്റിലാണ്. ബലൂൺ മേടിച്ചു തരണോ? കേക്കട്ടെ, ഇങ്ങോട്ട് അതെടുത്ത് തറയിലിടല്ലേ കണ്ണാ. ബാ ഇങ്ങോട്ട് വാ. പക്ഷെ ഇത് ഫുൾ ഹാൻഡ്. ഇനിയിപ്പോ തണുപ്പല്ലേ വരാൻ പോണേ. ഇതിന്റെ സൈസ് കണ്ടോ? ഇത് വലുതാണ്. പക്ഷെ പാന്റ് വലുതയച്ചാ ഇത് മേടിക്കണം. ഇത് പക്ഷെ ഇങ്ങനത്തെ ഇല്ല. ഞാൻ ഓടുന്ന കയറാന്നറിയാം. ഈ കട മൊത്തം മേടിക്കുവോ? കൊള്ളാം. ഇങ്ങോട്ട് നോക്കി, ഒന്നുകൂടെ ഇങ്ങോട്ട് നോക്ക്. കയറാൻ പറയും. ഒന്ന് നോക്കട്ടെ, കണ്ണാടി കൊള്ളാൻ നോക്കട്ടെ, ഒന്ന് ചിരിച്ചേ. എനിക്ക് വയ്യ. സൂപ്പർ. അത് വേണ്ട കണ്ണ, അത് വലുതാ കുഞ്ഞിന്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.
ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടണോട് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.